ഹായ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോംസ് ഓഫ് വെർബാണ് എടുത്തിരുന്നത്. അതിനകത്ത് നമ്മൾ V1, V2, V3 എന്നുള്ള വെർബിൻ്റെ ഫോംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് V1 എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, V2 എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ V2ൻ്റെ പാർട്ടായിട്ട് വരുന്ന പാസ്റ്റ് ടെൻസ് അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ടെൻസ് എന്താണെന്നുള്ളത് പറയാം. ടെൻസ് എന്ന് പറയുമ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ മൂന്നായിട്ട് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ, പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഫ്യൂച്ചർ ടെൻസ് ആണ് ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോംസ് ഓഫ് വെർബിൽ V1, V2, V3 പഠിക്കുന്ന സമയത്ത് V2 ആണ് നമ്മളെപ്പോഴും പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വേർബ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ V2 ഫോംസ് എല്ലാ വെർബിൻ്റെയും തറോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയാം. പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. നമ്മൾ ഒരു നോട്ട്സ് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. ആ നോട്ട്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് നമ്മളെപ്പോഴും പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. ഈ സെൻറ്റൻസ് സ്ട്രക്ചർ നമ്മുടെ നോട്ട്സിനകത്തുണ്ട്. അതിനകത്ത് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു സെൻറ്റൻസിൽ മെയിനായിട്ട് വരിക. അപ്പം നമ്മളെപ്പോഴും ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് പറയുന്ന സമയത്ത് സബ്ജക്റ്റ്, വെർബ്, അതും V2 ഫോം, ദെൻ ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് വരിക. നമ്മുടെ നോട്ടിലുണ്ട്, സംശയമുള്ളവർ അതിലേക്ക് നോക്കിക്കോളുക. സബ്ജക്റ്റ്, V2 ഫോം ഓഫ് വെർബ്, ദെൻ ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് വരിക. അന്നേരം ഈ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ സംശയമുള്ളവർക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് അത് ക്ലാരിഫൈ ആവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ഞാൻ കഴിച്ചു, ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങി, ഞാൻ ഇന്നലെ എക്സാം എഴുതി, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ഞാൻ ഇന്നലെ ബർഗർ കഴിച്ചു. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റായിട്ട് വരുന്നത് ഞാൻ എന്നതാണ്. അപ്പോൾ ഐ. ഇനി നമുക്ക് അവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെർബ്. വെർബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ പ്രവൃത്തിയായിട്ട് വരുന്ന കാര്യമാണ് വെർബ്. ഇവിടെ നമ്മുടെ പ്രവൃത്തിയായിട്ട് വന്നേക്കുന്നത് കഴിക്കുക എന്നതാണ്. അത് കഴിഞ്ഞു പോയ കാര്യമായപ്പോൾ നമ്മൾ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ V2 ഫോമിൽ ate എന്നാണ് പഠിച്ചത്. അപ്പം എപ്പോഴും സബ്ജക്റ്റ് ആദ്യം വരണം, അപ്പോൾ അവിടെ ഐ വന്നു. പിന്നെ വെർബ് വരണം, അപ്പോൾ അവിടെ ate വന്നു. പിന്നെ ബാക്കിയുള്ളതാണ് ഒബ്ജക്റ്റായിട്ട് വരുന്നത്. അത് നമ്മൾ അതിന് ശേഷം കൊടുക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു ഫുൾ സെൻറ്റൻസ് പറയുമ്പോൾ ഐ ഏറ്റ് ബർഗർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ബർഗർ കഴിച്ചു. ഞാൻ ഇന്നലെ മീരയെ കണ്ടു. അത് നമുക്ക് എങ്ങനെ പറയാം? ഐ സോ മീര യെസ്റ്റർഡേ. ഇവിടെ നമ്മൾ ആ വെർബ് മാത്രമാണ് മാറുന്നത്. അവിടെ നേരത്തെ നമ്മൾ ഏറ്റ് എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ നമ്മൾ സോ എന്ന് പറയേണ്ടി വന്നു. നമുക്ക് സബ്ജക്ട്സ് ആയിട്ട് വരുന്ന എപ്പോഴും ഐ, യു, വി, ദേ, ഷീ, ഹി, അല്ലെങ്കിൽ ഒരാളുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വെർബ് നമ്മൾ തറവാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തെറ്റുകളില്ലാണ്ട് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോട്ട്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ നോട്ട്സിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസിന് ശേഷം എക്സസൈസ് പോലെ ചെയ്യാനായിട്ടൊരു പോർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസൈസുകൾ ചെയ്ത് നോക്കുക. നമുക്ക് കൂടുതലായിട്ട് എക്സാമ്പിൾസ് പറയണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പറയാം ഷീ. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ ഐ വെച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഷീ വെച്ച് പറയണം. അവൾ ഇന്നലെ നേരത്തെ ഉറങ്ങി. ഷീ സ്ലെപ്റ്റ് ഏർലി യെസ്റ്റർഡേ. ഇനി നമ്മളിവിടെ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെർബ് പറയുന്ന സമയത്ത് എപ്പോഴും V2 ഫോമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വേർബ്സിനകത്ത് തന്നെ റെഗുലർ വേർബ്സ് ഉണ്ട്, ഇറഗുലർ വേർബ്സ് ഉണ്ട്. അപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിളാണ്. അതായത് നമ്മളത് കൂടുതലായിട്ട് ഫോംസ് ഓഫ് വെർബ് പഠിക്കുമ്പോൾ മനസ്സിലാവും. ചില വെർബുകൾക്ക് നമ്മൾ ലാസ്റ്റ് ED ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കോൾ, വിളിക്കുക.
അത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഒരു ഇ ഡി കൂടെ വന്നിട്ട് കോൾഡ് എന്നാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനകത്ത് കൂടുതലും വേർബുകൾ ഇങ്ങനെയാണ് വരിക, ഒരു ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനെയാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇറഗുലർ വേർബ്സ് വരുമ്പോൾ മാത്രമാണ് വാക്ക് തന്നെ മാറി വരിക. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഈറ്റ്, അത് V2 ആയപ്പോഴത്തേക്കും ഏറ്റായി, അതൊരു ഇറഗുലർ വേർബാണ്. അപ്പോൾ ഈ ഇറഗുലർ വേർബുകളെല്ലാം നമ്മൾ നല്ലതുപോലെ ബൈഹേർട്ട് ചെയ്യുക. ബാക്കിയുള്ള റെഗുലർ വേർബ്സ് എല്ലാം ഈ ഇ ഡി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ വേർബുകളെല്ലാം നല്ലപോലെ ബൈഹേർട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലുള്ള ഈ ഒരു നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു സ്ട്രക്ചറിൽ ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം.